ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ചെറിയതായ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അവരുടെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാകും. നമസ്കാരം. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പല പ്രസ്താവനകളും സോഷ്യൽ മീഡിയ വഴിയും ന്യൂസ് ചാനലുകൾ വഴിയും അറിയുന്നുണ്ട്. അപ്പൊ അങ്ങയോടൊരു അപേക്ഷയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് അങ്ങയെ അറിയിക്കാനുള്ളത്. അതിനു മുന്നേ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. 1.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതകത്തിന്റെ നടുക്കം മാറാതെ ഇരിക്കുകയാണ് കേരളക്കരയാകെ. ആ കുഞ്ഞിന്റെ കൊലപാതകത്തിന് കാരണം ആ കുഞ്ഞിന്റെ അമ്മ മാത്രമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ സിസ്റ്റം കൂടി അതിന് ഒരു കാരണമാണ്. അത് പറയാനുള്ള കാരണം കുട്ടിയുടെ അമ്മുമ്മ തന്റെ കൊച്ചുമകൻ സുരക്ഷിതനല്ല എന്ന് കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പോലീസുകാർ ആ പരാതിയെ ഗൗരവകരമായി എടുത്തില്ല എന്ന് മാത്രമല്ല, അത് ഒരു കുടുംബ വഴക്കായി എഴുതി തള്ളുകയും പരാതി ഫയലിൽ ഉൾത്തുകയും ചെയ്തു. ഈ പരാതി പോലീസുകാർ ഗൗരവപരമായി കണ്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കുഞ്ഞിന് ഈ അവസ്ഥ വരികയില്ലായിരുന്നു. അന്വേഷിക്കാനുള്ള ഒരു മടി കൊണ്ടാണോ എന്നറിയില്ല. ഒരു സാധാരണക്കാരൻ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാതെ, അതിന്റെ കാര്യങ്ങളോ കാരണങ്ങളോ തിരക്കാതെ ആ പരാതി ഒത്തുതീർപ്പാക്കാനാണ് എപ്പോഴും പോലീസ് ശ്രമിക്കുന്നത്. ആ പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും ഒരു അന്വേഷണം പോലും നടത്താൻ പോലീസ് തുനിയുകയില്ല. എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കി ഇരു കക്ഷികളെ കൊണ്ടും ഒപ്പിടിപ്പിച്ച് തിരികെ പോകും. അപ്പോൾ പരാതി കൊണ്ടു ചെല്ലുന്ന വ്യക്തി അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. അത് അങ്ങനെ പോയിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, വേറൊരു കാര്യവും കൂടി പറയാം. ഈ കൊലപാതകിയുടെ ആദ്യ ഭാര്യ അനുഭവിച്ച ദുരന്തങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കുട്ടിയെ അടിച്ച് കോമാ സ്റ്റേജിലാക്കി കൊല്ലാക്കൊല ചെയ്ത ഒരു ചരിത്രം ഈ പ്രതിക്കുണ്ട്. ഇതിനെതിരെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ്. ആ പരാതിയെയും പോലീസ് ഗൗരവകരമായി എടുത്തതുമില്ല, അതിനെപ്പറ്റി അന്വേഷണം നടത്തിയതുമില്ല. അങ്ങനെ അന്വേഷണം നടത്തി ഈ പ്രതിക്ക് ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞ് ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു, അല്ലേ? അപ്പം അങ്ങയുടെ കീഴിലുള്ള നമ്മുടെ ഈ പോലീസിൽ ഒരു മാറ്റം വരുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. പരാതിയുമായി ചെല്ലുന്നവരെ ആക്ഷേപിച്ചു വിടുക, പരിഹസിച്ചു വിടുക, ഈ ഒരു കാര്യത്തിലൊക്കെ ഒരു മാറ്റം വരുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു പരാതി കിട്ടിയാൽ അതിനെ കുറിച്ച് അന്വേഷിക്കണം, അല്ലാതെ പരാതിയുമായി ചെല്ലുന്നവരെ കളിയാക്കി വിടുകയല്ല വേണ്ടത്. എനിക്കിത്രയും അങ്ങയോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഞാനത് ഈ വീഡിയോയിലൂടെ അങ്ങയെ അറിയിക്കുകയാണ്. നന്ദി.